അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം, സമാധാനം, സന്തോഷം, ഹൈറും ബർക്കത്തും നിറഞ്ഞ ജീവിതം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ ആമീൻ. ഇന്നൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി കേട്ടോ. അത് മാങ്ങ എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ളൊരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പി. കടുമാങ്ങ അച്ചാറാണ്. ആന്ധ്ര കർണാടക സ്റ്റൈലിലുള്ള ഒരു കടുമാങ്ങ അച്ചാറാണ് കേട്ടോ. അത് മാത്രമല്ല, ഇതെന്താണെന്ന് ഇതിൻ്റെ പ്രത്യേകത, ഒരു വർഷത്തോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. നമുക്ക് ഈ വർഷം ഉണ്ടാക്കിയ മാങ്ങ അടുത്ത വർഷം മാങ്ങ കിട്ടുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു അച്ചാറാണ്. ഇതെല്ലാവരും ഒന്ന് സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. ഇതിനായിട്ട് കൂടുതൽ ചിലവുകൾ, ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ആകെ വേണ്ടത് മുളക് പൊടി, കടുക്, ഉലുവ, ഇത്രയും. പിന്നെ വേണ്ടത് എണ്ണ മാത്രം. ജലാംശത്തിൻ്റെ അളവ് ഒട്ടും പാടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ അതുകൊണ്ട് സേവ് ചെയ്ത് വെച്ചോ കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ മാങ്ങയാണ്. 1 കിലോ മാങ്ങ ഒത്തിരി പുളിയുള്ളത് എടുക്കരുത്, എന്നാൽ പുളിയില്ലാത്ത മാങ്ങ എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ആയിരിക്കണം. അതേപോലെ തൊണ്ട് കട്ടിയില്ലാത്ത മാങ്ങ ആയിരിക്കണം. തൊണ്ട് ചെത്തരുത്. തൊണ്ടോടുകൂടി അതിൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞിട്ട് 6-8 കഷ്ണമായിട്ട് മുറിച്ചെടുക്കുക. ഇങ്ങനെ കത്തി വെച്ച്, നല്ല മൂർച്ചയുള്ള കത്തി വെച്ച് മുറിച്ച് കഷ്ണമാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിട്ടതിന് ശേഷം ഈ 1 കിലോ മാങ്ങയ്ക്ക് ഞാൻ 200 ഗ്രാം മുളക് പൊടിയാണ് കേട്ടോ ചേർത്തേക്കണം. 100 ഗ്രാം കാശ്മീരി, 100 ഗ്രാം സാധാ നമ്മുടെ നോർമൽ മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ടിട്ടു. പിന്നെ വേണ്ടത് 100 ഗ്രാം കടുകാണ് കേട്ടോ. 1 ടീസ്പൂൺ ഉലുവയും വേണം. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലത് വറുത്ത് പൊടിച്ചെടുക്കണം. പൊടിക്കുക എന്ന് പറഞ്ഞാൽ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തതും കൂടി അതിനകത്തോട്ട് ഇടുക. പിന്നെ ഒരു 100 ഗ്രാമോളം വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞ് ചെത്തോ അരിയോ ചതക്കോ ഒന്നും വേണ്ട കേട്ടോ. അങ്ങനെ തന്നെ അതിനകത്തോട്ടിടുക. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനായിട്ട് നമുക്ക് വേണ്ടത് വിനാഗിരിയോ വെള്ളമോ ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് എണ്ണ, ശുദ്ധമായ നല്ലെണ്ണ കേട്ടോ. അത് നമുക്ക് ബോട്ടിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ലെണ്ണ വാങ്ങിക്കാൻ കിട്ടും. അത് വാങ്ങിച്ചിട്ട് 1/2 ലിറ്റർ നല്ലെണ്ണയോളം വേണം കേട്ടോ. അതിന് 1/2 ലിറ്റർ മുഴുവൻ ചേർക്കണ്ട. 1/2 ലിറ്റർ നല്ലെണ്ണ വാങ്ങിക്കുക. അതായത് 500 ml. ഇതിൽ നമുക്കൊരു 400, 300, 350, 400 ml ഒക്കെ മതിയാവും കേട്ടോ. എങ്കിലും നല്ലതുപോലെ എണ്ണ ഒഴിച്ച് ഈ സാധനം ഉപ്പും ഈ നമ്മൾ തരിതരിപ്പായി പൊടിച്ചെടുത്ത കടുകും ഉലുവപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മളൊരു ചില്ലിൻ്റെ കുപ്പിക്കകത്താക്കി വെക്കണം കേട്ടോ. ചില്ലിൻ്റെ കുപ്പിക്കകത്ത് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ ഒഴിക്കണം. മുകളിൽ പൊങ്ങി നിൽക്കുന്ന വിധത്തിൽ എണ്ണ ഒഴിച്ചിട്ട് നല്ലതുപോലെ വായു കയറാതെ അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എണ്ണ ഓയിലി പേപ്പറോ എന്തെങ്കിലും ഇട്ടിട്ട് നല്ല മൂടിയൊക്കെ ചില്ലിൻ്റെ ഭരണി ആയിരിക്കണേ. എന്നിട്ട് മൂടി നല്ലതുപോലെ വെച്ച് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടേ അത് തുറന്നിട്ട് അതൊന്ന് ഇളക്കാവൂ. അല്ലാതെ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഇളക്കാനോ പിടിക്കാനോ ഒന്നും പാടില്ല. ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഭരണിക്കകത്തിട്ടിട്ട് മുകളിൽ എണ്ണ ഒഴിച്ച് അതേപോലെ തന്നെ മൂടി കെട്ടി വെച്ചേക്കുക. 3 ദിവസം കഴിഞ്ഞ് എടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് അപ്പം ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് കുറച്ചെടുത്തിട്ട് വേണമെങ്കിൽ വർഷങ്ങളോളം ഉപയോഗിക്കാം. ഭരണികളിലാക്കി ഇതേപോലെ ഉണ്ടാക്കി സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് 1-2 വർഷം വരെ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റിയ സൂപ്പർ അച്ചാറാണ്. അതുകൊണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ സേവ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാൻ മറക്കരുത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് എപ്പോഴും കിട്ടാനായിട്ട് അതിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് ഞെക്കിയേക്ക്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം കിട്ടും കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണോ, ഇഷ്ടപ്പെട്ടോ, കമൻ്റ് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് എപ്പോഴും കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം കേട്ടോ. കണ്ടോ, ഇതുപോലുള്ള മാങ്ങച്ചാറ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പണിയൊന്നുമില്ലല്ലോ അല്ലേ. ഒരുപാട് സാധനങ്ങളും വേണ്ട. ആകെ വേണ്ടത് എണ്ണ, മുളക് പൊടി, കടുക്, ഉലുവ, പിന്നെ വെളുത്തുള്ളി. ഇത്രയും സാധനങ്ങൾ മതി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാൻ ശ്രമിക്കുമല്ലോ അല്ലേ. അടിപൊളിയല്ലേ ഇത്. നിങ്ങൾക്ക് 1 കഷ്ണം മാങ്ങച്ചാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 പ്ലേറ്റ് നിറച്ച് ചോറുണ്ടാകും കേട്ടോ. അത്രയും ടേസ്റ്റാണ്. അതുപോലെ ഉണ്ടാക്കാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇപ്പം നമുക്ക് മാങ്ങയൊക്കെ ഇഷ്ടംമാതിരി കിട്ടുന്ന സമയമാണല്ലോ. ഇപ്പോൾ വിലക്കുറവാണ്. അഥവാ നമ്മുടെ വീട്ടിലില്ലെങ്കിൽ വിലക്കുറവാണ്, വാങ്ങിക്കുക. ഫ്രഷ് മാങ്ങ തന്നെ നോക്കി വാങ്ങിക്കുക. എന്നിട്ട് ഇതുപോലെ ചില്ലിൻ്റെ ഭരണികളുണ്ടെങ്കിൽ ഉണ്ടാക്കി വെക്കാം കേട്ടോ. ചില്ലിൻ്റെ ഭരണികളുണ്ടെങ്കിൽ ഒരു കുപ്പി എടുക്കുക, അടുത്ത ബോട്ടിലേക്ക്. അപ്പോൾ ചെറിയ ബോട്ടിലേക്ക് വലിയ ബോട്ടിലിൽ നിന്ന് തന്നെ എപ്പോഴും കോരി ഇളക്കി എടുക്കാതെ ഒരു ചെറിയ ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതേപോലെ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും
നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.